മകരവിളക്ക് ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ നല്ലൊരു മണ്ഡലകാല തീർത്ഥാടനത്തിന് വേണ്ടി അനുഭവിച്ച മനോവിഷമങ്ങൾ തുറന്നു പറഞ്ഞ് ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി വർഗീയ ഭ്രാന്തന്മാർക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ സാധിച്ചുവെങ്കിലും പിന്നീട് ജനങ്ങൾ സത്യം മനസ്സിലാക്കിയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശബരിമല വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കിയ എല്ലാവരുടെയും ലക്ഷ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രമായിരുന്നു. സർക്കാരിന് പ്രധാനം ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണെന്നും എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് സർക്കാരിനത് നിർവഹിക്കാനായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമായ ഭരണഘടനാ ദൗത്യം സർക്കാരിന് നിർവഹിക്കേണ്ടതുണ്ടായിരുന്നു. ചില വർഗീയവാദികൾ, സ്ഥാപിത താൽപര്യക്കാർ രാഷ്ട്രീയ മോഹത്തോടുകൂടി സുപ്രീം കോടതി വിധിയെ എതിർക്കാൻ ശ്രമിച്ചത് തീർത്ഥാടന കാലത്ത് പ്രശ്നങ്ങൾക്കിടയാക്കി. പക്ഷേ അത് കേവലം രാഷ്ട്രീയ താൽപര്യമാണെന്ന് കേരളം മനസ്സിലാക്കി. അതുകൊണ്ട് ആ വെല്ലുവിളിയെ മറികടക്കാനായി. നമ്മുടെ രാജ്യത്ത് ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് അത്യാവശ്യമാണെന്ന് കേരളീയർക്ക് മനസ്സിലാവുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ നിയമവാഴ്ചയെ അട്ടിമറിക്കുന്നതും കേരളീയർ കാണുന്നുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന ഖ്യാതി നിലനിർത്തേണ്ടത് തങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്തമായി ജനങ്ങൾ കാണുന്നുണ്ട്. കുറച്ചു ദിവസം ജനങ്ങളെ കബളിപ്പിക്കാൻ വർഗീയ ഭ്രാന്തന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ശബരിമല ദർശനത്തിനെത്തുന്ന എല്ലാ സ്ത്രീകൾക്കും പ്രായം നോക്കാതെ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുക എന്നത് സർക്കാരിന്റെ കടമയാണെന്നും അത് സർക്കാർ നിർവഹിക്കുക തന്നെ ചെയ്യുമെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. ശബരിമലയിൽ യുവതികളെ കയറ്റാൻ സർക്കാരിന് പ്രത്യേക താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അതിന് ശക്തിയില്ലാത്ത സർക്കാർ ഒന്നുമല്ല ഇത്. എന്നേ യുവതികളെ പ്രവേശിപ്പിച്ചേനെ. 2-3 ചട്ടമ്പിമാർ അവിടെ നിൽക്കുന്നതൊന്നും സർക്കാരിന് വലിയ കാര്യമല്ല. ഇക്കാര്യത്തിൽ സർക്കാരും മുഖ്യമന്ത്രിയും ആദ്യമേ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണെന്നും കടകംപള്ളി പറഞ്ഞു. സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നിടത്തോളം കാലം യുവതികൾക്ക് ശബരിമലയിൽ വരാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും യുവതികൾ ശബരിമലയിലേക്ക് വരില്ലെന്ന് പൂർണ്ണമായി പറയാനാവില്ല. അതേസമയം അക്രമം കാണിക്കാൻ തുനിഞ്ഞു നിൽക്കുന്നവർക്ക് സഹായം നൽകാത്ത വിധത്തിലുള്ള യുക്തിപരമായ തീരുമാനം ജനങ്ങൾ എടുക്കുമെന്നും കരുതുന്നതായി അദ്ദേഹം പറഞ്ഞു. അല്ലാതെ ചട്ടമ്പിമാരുടെ ശരണം വിളി കണ്ട് പേടിച്ചിട്ടല്ല. സർക്കാർ വിചാരിച്ചാൽ യുവതികളെ ഈസിയായിട്ട് കയറ്റാൻ സാധിക്കും. ആക്ടിവിസം പ്രദർശിപ്പിക്കാനുള്ള സ്ഥലമായി ശബരിമലയെ കാണരുത്. ആക്ടിവിസ്റ്റുകൾ എന്ന വാക്ക് പ്രയോഗിച്ചത് തീവ്ര സ്വഭാവവും പ്രത്യേക നിലപാടുള്ളവരെയും ഉദ്ദേശിച്ചാണെന്നും മന്ത്രി പറഞ്ഞു. വളരെ മെച്ചപ്പെട്ട സംവിധാനം ഇത്തവണ തീർത്ഥാടകർക്ക് ഒരുക്കി കൊടുക്കാൻ സാധിച്ചു. ധർമ്മശാസ്താവിനെ ദർശിക്കാനെത്തിയ ഒരാളിൽ നിന്നും ഒരു തരത്തിലുള്ള പരാതിയും ഉയർന്നു വന്നില്ല. പ്രളയമുണ്ടായതിനെ തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങളിൽ പരാതികളിൽ ഉയരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു. യുദ്ധകാല അടിസ്ഥാനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. നിരവധി വർഷം പമ്പയായിരുന്നു ബേസ് ക്യാമ്പെങ്കിൽ ഇത്തവണ അതിവേഗമാണ് നിലയ്ക്കലിൽ ക്യാമ്പ് ഒരുക്കിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതേസമയം മകരവിളക്കിനും സംക്രമ പൂജയ്ക്കുമുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് പൂർത്തിയായി. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനായി കൊണ്ടുവരുന്ന തിരുവാഭരണം വൈകിട്ട് 5:30 ശരംകുത്തിയിൽ എത്തിച്ചേരും. ദേവസ്വം അധികൃതർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിക്കും. 18ാം പടി കയറി സോപാനത്തെത്തുമ്പോൾ തന്ത്രി കണ്ഠര് രാജീവർ, മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി ദീപാരാധനയ്ക്കായി നടയടയ്ക്കും. 6:30 ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.